നമസ്കാരം. ചെറിയാതവയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യഭാമ വേഴ്സസ് നമ്മുടെ ഹാർലി രാമകൃഷ്ണൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെല്ലാവരും RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാഭവൻ മണിയുടെ അനിയൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടെയാണ് എല്ലാ മാനുഷിക മൂല്യങ്ങളോടുകൂടി ജീവിക്കുന്ന സാംസ്കാരിക സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും. പക്ഷെ സാംസ്കാരിക നായകൾ എന്ന രീതിയിൽ തന്നെ വിളിക്കേണ്ട ഒരു വിഭാഗമുണ്ട്. ഒരെണ്ണം പോലും വാ തുറന്നിട്ടില്ല. കാരണം അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സത്യഭാമ എന്ന് പറയുന്ന കലാമണ്ഡല സത്യഭാമ എന്ന് പറയുന്ന ആ സ്ത്രീ കാലങ്ങളായി അവർ കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാതയിൽ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ പെനോയിൽ രമേശനൊക്കെ കഴിഞ്ഞ മണിക്കൂറിൽ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അയച്ചു തന്നു. സംഗി സത്യഭാമേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഇസ്ലാമിക ജിഹാദികളെ സുഖിപ്പിച്ച് ജീവിക്കുന്ന പെനോയിൽ രമേശൻ എന്ന് വിളിക്കുന്ന കാവി അണിഞ്ഞിട്ടുള്ള ഒരു കള്ള സ്വാമി എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു കള്ള പടുക്കൂസിന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇവർ കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാതയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടും അവരുടെ വായിൽ നിന്ന് മാത്രമല്ല അവർ ആ ജാതീയ ചിന്തകളിൽ, ഉയർന്ന ചിന്തകളിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ്. ഈ RLV രാമകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറഞ്ഞത് ഞാൻ വായിക്കാനിടയായി. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇവർ ഒരുപാട് കാലങ്ങളായി അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തികൾ അണിയറയിലും അത് രഹസ്യമായി പരസ്യമായും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുകയുണ്ടായി. എന്തായാലും സത്യഭാമ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അതികഠോരം തന്നെയാണ്. കാരണം കറുത്തവനെന്നും കാക്കയെന്നും അതല്ലെങ്കിൽ പെറ്റ തള്ള സഹിക്കില്ല എന്ന രീതിയിലൊക്കെ ഒരു മനുഷ്യന്റെ നിറത്തെയും ആ മനുഷ്യന്റെ സൗന്ദര്യത്തെയും ഒക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരമൊരു മ്ലേച്ഛത വേറെ ഇല്ല എന്നുള്ളതാണ്. അവർ എത്ര വെളുത്തിട്ടുള്ളതാണെങ്കിലും, അവർ എത്ര സൗന്ദര്യവതിയാണെങ്കിലും, അവർ എത്രത്തോളം കലാമണ്ഡല അവാർഡുകളായിക്കൂടെ കലാമണ്ഡലത്തിന് കീഴിലുള്ള പ്രവർത്തിക്കുന്ന സ്ത്രീയാണെങ്കിലും ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ച എടുത്തിരിക്കുന്നത്. മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വർണ്ണവിവേചനത്തിന്റെ മാത്രമല്ല ഇപ്പോ അധസ്ഥിത വർഗത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ജാതീയ കോമരങ്ങൾ, ജാതീയത തിരിച്ചുകൊണ്ട്, ആരാണോ ഇവിടെ ജാതിയും മതവും തിരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ അവരെ വെച്ചുകൊണ്ട് ഇവിടെ വിലപേശിക്കൊണ്ട്, അവരെ വെച്ചുകൊണ്ട് ഇവിടെ ഭൂരിപക്ഷം നേടി വോട്ട് നേടിക്കൊണ്ട് ജയിച്ചു വന്നുകൊണ്ട് അധികാരം കൈയാളിക്കൊണ്ട്, എന്നാൽ അവർക്ക് ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ ഒരു മുഴം കയറിൽ രണ്ട് കുരുന്നുകൾ പോലും തൂങ്ങിയാടിയ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വാളയാർ കേസായാലും ഇനി ഒട്ടേറെ കേസുകളായാലും. മാത്രമല്ല ഒരു തുണ്ട് ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ അട്ടപ്പാടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആദിവാസി യുവാവിനെ തല്ലിയും ചവിട്ടിയും അടിച്ചും കൊന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് അധസ്ഥിത വർഗത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന് കൊട്ടിഘോഷിക്കുന്ന ആളുകളുടെ ഭരിക്കുന്ന ഈ നാട്ടിൽ, അവരുടെ വോട്ട് നേടി ജയിച്ചുകൊണ്ട് ഭരിക്കുന്ന ഈ നാട്ടിൽ അട്ടപ്പാടി മധുവിനും വാളയാർ കുരുന്നുകൾക്കും ഇല്ലാത്ത നീതി എങ്ങനെയാണ് ഈ പറയുന്ന RLV രാമകൃഷ്ണൻ ഉണ്ടാവുക എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചൊറിയാതെ വയ്യ ഇന്ന് തുടങ്ങുന്നത്. മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ജാമില ടീച്ചറെ അങ്ങോട്ട് ചോറിച്ചോളൂ. അതായത് ഇവരെ ചൊറിയല്ല ബൈജു ചെയ്യേണ്ടത്, ഇവരെ മാന്തി പൊളിക്കണം. ഈ പ്രബുദ്ധ കേരളത്തില് ഇതുപോലെയുള്ള ഒരുപാട് 6-ാം നൂറ്റാണ്ടിന്റെ കഴുതകൾ, ഭാരം ചുമക്കുന്ന കഴുതകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇത്തരം വർണ്ണവെറിയുമായി തലച്ചോറ് ക്യാൻസർ ബാധിച്ച് ജീവിക്കുന്നവർ ഈ പ്രബുദ്ധ മലയാളിക്കരയിലുണ്ട് എന്ന് ഈ തള്ള ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഇവരെ മനുഷ്യന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇവർക്ക് എത്രയൊക്കെ അവാർഡുകൾ കിട്ടിയാലും ശരി, മനുഷ്യൻ എന്ന രീതിയിൽ ഈ സ്ത്രീ അധപ്പതിച്ചു പോയി. ഈ പ്രബുദ്ധ കേരളത്തെ നാണം കെടുത്താൻ ഈ സ്ത്രീയുടെ ഒരൊറ്റ പരാമർശം മാത്രം മതി. കേരളം ലജ്ജിച്ച് തല താഴ്ത്തണം ഇത്തരം ജാതി കോമരങ്ങൾക്ക് മുമ്പില്. അയാള് പ്രശസ്ത കലാകാരനാണ്, അയാള് ഡോക്ടറേറ്റ് വാങ്ങിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ തൊലി കറുത്തു പോയതാണോ ഈ പെണ്ണുപിള്ളയുടെ പ്രശ്നം? ഇത്രയധികം അയാളെയും അയാളുടെ പെറ്റ തള്ളയെ വരെ അധിക്ഷേപിക്കത്തക്ക രൂപത്തിൽ എന്താണ് ഇയാള് ഈ തള്ളയോട് ചെയ്തത്? ഇവര് കേരളത്തെ മാത്രമാണോ അപമാനിച്ചത്? ഇന്ത്യ മഹാരാജ്യത്തിലെ സർവ മേഖലകളിലും കൊടികുത്തി വാഴുന്ന ജാതീയതയ്ക്കെതിരായ പരസ്യമായ പോരാട്ടമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയരേണ്ടത്. അതായത് ഇത്തരം നെറികേടുകളും വർഗവെറിയും കാണുമ്പോ നമ്മൾ ചൊറിയുകയല്ല ബൈജു, മാന്തി പൊളിക്കണം ഇതുപോലെയുള്ള ആളുകൾ. ഇതും പറഞ്ഞ് വീണ്ടും ആ തള്ളയുടെ ഒരു ധാർഷ്ട്യം കണ്ടില്ലേ മാധ്യമങ്ങൾക്ക് മുമ്പില്.
എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഒന്ന് ചോദിക്കുന്നു, വേറൊരാൾ ഒന്ന് ചോദിക്കുന്നു, അപ്പോഴേക്ക് തള്ളയങ്ങോട്ട് ആഞ്ഞടിക്കുകയാണ്. രാജ്യത്തിന് എന്തോ പുരസ്കാരം വാങ്ങിക്കൊടുത്ത ഒരു ജേതാവിനെ പോലെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ജനങ്ങൾ മതിമറന്ന് പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും കൊടിയുടെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ എല്ലാ വെറിയും മറന്ന് സഹകരിക്കാൻ വേണ്ടി കണ്ടെത്താൻ സാധിക്കുന്ന മേഖലകൾ കണ്ടെത്തി യോജിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വിഷത്തിന്റെ വിത്തുകൾ പാകുന്ന ഇത്തരം കള്ളിഭാമമാരെ കലാലോകത്തിന് അപമാനമാണ് എന്ന് കലാലോകത്തിലുള്ളവർ തിരിച്ചറിയണം. ചെയ്ത തെറ്റെന്താണ് എന്ന് അവർക്ക് ആരെങ്കിലും മുന്നോട്ട് വരണം മനസ്സിലാക്കി കൊടുക്കാൻ. എന്നിട്ട് കേരളത്തോടല്ല, ഇന്ത്യ മഹാരാജ്യത്തിലെ സകലമാന കോടി ജനങ്ങളോടും ഈ തള്ള മാപ്പ് പറഞ്ഞ് കലാജീവിതം അവസാനിപ്പിച്ചു പോകണം. അതാണ് ഇവരോട് എനിക്ക് പറയാനുള്ളത്. ഇവരെ ഈ സമൂഹത്തില് വളർത്തിക്കൊണ്ടുവന്നത് നമ്മളെ പോലെയുള്ള ആളുകളാണ്. എന്നിട്ട് കഴിവുള്ള ഒരു കലാകാരനെ അപമാനിച്ചിട്ട് ഇവർക്ക് അയാളെ വേട്ടയാടാൻ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ മലയാളികളാണ്. മലയാളി പൊളിയാടാന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ? നമ്മുടെ കലാഭവമണിയെ അറിയാത്ത ആരാണുള്ളത്? സിനിമാ നടനാണെന്ന് പറയണ്ട. അതല്ലാതെ തന്നെ നാടൻ പാട്ടുകൾ കൊണ്ട് കേരളക്കരയെ ത്രസിപ്പിച്ചിരുന്ന കലാഭവമണിയുടെ പ്രിയപ്പെട്ട അനുജനാണ് എന്ന് പറയാതെ തന്നെ അയാൾ അയാളുടേതായിട്ടുള്ള ഒരു പാത തെളിയിച്ചെടുത്തിട്ടുണ്ട്. ഈ തള്ളയുടെ പ്രതികരണങ്ങളും പ്രസ്താവനകളും ഒക്കെ കലാമണ്ഡലം VCയും രജിസ്ട്രാറും ഒക്കെ കാണുന്നില്ലേ? അവരിതിൽ അപലപിക്കണം. അവർക്ക് നൽകിയിട്ടുള്ള എന്തെങ്കിലും അവാർഡുകളോ പുരസ്കാരങ്ങളോ ഉണ്ടെങ്കിൽ ഉളുപ്പില്ലാതെ തിരിച്ചു വെക്കാൻ പറയണം. അപരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും നിരക്കത്തില്ല. പിന്നെ എങ്ങനെയാ പരിഷ്കൃത സമൂഹത്തിന് ഇവരെ അംഗീകരിക്കാൻ പറ്റുന്നത്? അപ്പൊ ഇതുപോലെയുള്ള ആളുകളുടെ പേരിനോടൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് കൂടി ചേർക്കുന്നത് കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന് തന്നെ കളങ്കമാണ്. കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഈ വിഷയത്തിൽ ഈ തള്ളയുമായിട്ട് നല്ല രൂപത്തിൽ കലഹിക്കുന്നുണ്ട്. അവരൊക്കെ പ്രതികരിക്കുന്നുമുണ്ട്. ആ പ്രതികരണം പോരാ. അതായത് ജനങ്ങൾ ഇളകണം. വീണ്ടും അവര് പറയുന്നു, എനിക്ക് ആ പറഞ്ഞതിൽ ഒരു കുറ്റബോധവുമില്ല. എന്താണ് അവര് പറഞ്ഞത്? രാജ്യത്തിന് എന്തോ അവരായിട്ട് എന്തോ ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിച്ചിട്ട് രാജ്യത്തെ പാകിസ്ഥാൻ വാറിൽ നിന്നും രക്ഷപ്പെടുത്തിയോ? കലാഭവൻ മണിയുടെ സഹോദരൻ എന്നതിനേക്കാൾ ഉപരി എനിക്ക് താല്പര്യം RLP ഡോക്ടർ രാമകൃഷ്ണൻ എന്ന് പറയാനാണ് താല്പര്യം. നിറത്തിന്റെ പേരിൽ അയാളെ അധിക്ഷേപിക്കാൻ ഈ സത്യഭാമയ്ക്ക് ആരാണ് റൈറ്റ് കൊടുത്തത്? അവർക്ക് റൈറ്റ്സ് ഉണ്ടോ? നിറത്തിന്റെ പേരിലുള്ള ഈ അധിക്ഷേപം വീണ്ടും തുടർന്നിട്ടാണ് അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നത്. അവരുടെ ഈ വിവാദപരമായ പരാമർശത്തില് മനുഷ്യനെന്നുള്ള പരിഗണനയിൽ പെട്ടെന്ന് വായിന്ന് വീണുപോയി. ശരി, തെറ്റാണ്. അങ്ങനെ എങ്ങാനും അവര് പറയുമോ എന്നറിയാൻ മാധ്യമ പ്രവർത്തകർ കിണ്ടിയും കിഴിച്ചും വീണ്ടും ചോദിക്കുമ്പോൾ വിവാദത്തിൽ പ്രതികരണം തേടി എത്തുക മാധ്യമങ്ങള്. അവരുടെ മുമ്പിൽ പറയാണ്, തന്റെ നിലപാട് കറുത്തവര് മോഹിനിയാട്ടം കളിക്കേണ്ടതില്ല. പിന്നെയും പറയാ, പല ഭാഗങ്ങളിൽ നിന്നും വിമർശനം ഉയർന്നിട്ടും അധിക്ഷേപപരമായ നിലപാടിൽ ഗർവോടുകൂടി ഉറച്ചു നിൽക്കുന്ന ഈ സമീപനം ഒരു കലാകാരിക്ക് യോജിച്ചതല്ല ഒരിക്കലും. യൂണിവേഴ്സിറ്റി സ്കൂൾ കലോത്സവങ്ങളിൽ വിധികർത്താവായിട്ട് ഈ തള്ള ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ തള്ള കറുത്തവർക്കെതിരെ ഏത് രൂപത്തിലായിരിക്കും വിധി കൽപ്പിച്ചിട്ടുണ്ടാകുക? അവിടെ മാർക്കിടുന്നതിന് നൽകുന്ന പേപ്പറില് ആദ്യ കോളത്തിലെ ഒരു ചോദ്യം കുട്ടിയുടെ സൗന്ദര്യത്തെ കുറിച്ചാണ്. ഇതുപോലെയുള്ള ആളുകൾ മുന്നിൽ നിന്ന് ആ സൗന്ദര്യം എന്ന കോളത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ നമ്മൾ ഈ സ്വതന്ത്ര ഭാരതം ഇത്രയും വികസിച്ചത്? നമ്മൾ ഒറ്റയാൾ പോരാട്ടം പോലെ പല വിഷയങ്ങളിലും യുദ്ധം ചെയ്ത് തന്നെ നേടിയെടുത്തതാണ് ഇതെല്ലാം. സമരമുഖങ്ങളിലൂടെ നേടിയെടുത്തതാണ് ഇതെല്ലാം. ഞാൻ കേട്ടിട്ടുണ്ട്, അമേരിക്കയില് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. ഒരു 19 വയസ്സുള്ള, എന്താണ് ആ സ്ത്രീയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, മറന്നുപോയി. ആ സ്ത്രീ പൂർണ്ണ നഗ്നയായി കുതിരപ്പന്തയത്തിലേക്ക് എടുത്തു ചാടി. എന്നിട്ട് അവരൊരു പ്ലക്കാർഡാ വെച്ചിരുന്നത്, സ്ത്രീകൾക്ക് വോട്ടവകാശം വേണം, സ്ത്രീകളെയും മനുഷ്യനായി പരിഗണിക്കണം. അങ്ങനെയാണ് സ്ത്രീകൾക്ക് അവിടെ വോട്ടവകാശം ലഭിച്ചത്. ആ സ്ത്രീ ഒരു രക്തസാക്ഷിയായി. ഇറാനില് ഒരുപാട് സമരമുഖം നമ്മൾ കണ്ടതാണ്. മുസ്ലിം സ്ത്രീകൾ ഇറങ്ങി ഇറാനിലെ മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു 22 വയസ്സായ ഒരു പെണ്ണിന്റെ തലമുടി കണ്ടുപോയി എന്ന കാരണത്താൽ കൊമേനി എന്ന് പറയുന്നത് ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയാണ്. അയാള് ക്രൂരമായിട്ടുള്ള നിയമങ്ങൾ ഇവർക്കിടയിൽ നടപ്പിലാക്കി. ഓരോ സ്ത്രീയെയും വീക്ഷിക്കാൻ സദാചാര പോലീസിന്റെ ഒരു വിങ് തന്നെ ഉണ്ട്.
അവരാരുടെ കൂടെ യാത്ര ചെയ്യുന്നു, അവരെന്ത് പഠിക്കുന്നു, അവരെന്ത് കഴിക്കുന്നു, അവരെവിടെ പോകുന്നു, എങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്ന് തുടങ്ങി ഇവരുടെ സ്വകാര്യതകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്നതിന് വേണ്ടി സദാചാര പോലീസ് അങ്ങനെ ഒരു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥിനികളും തീരുമാനിക്കുന്നു, നമുക്ക് സമരമുഖത്തേക്ക് ഇറങ്ങണം. അങ്ങനെ സ്ത്രീകൾ, അങ്ങനെ കുട്ടികൾ ഇറങ്ങി, പെൺകുട്ടികൾ ഇറങ്ങി, അവരെ കൊണ്ടുപിടിച്ച് സ്ത്രീകൾ ഇറങ്ങി. അതിൽ നിന്നിട്ട് പുരുഷന്മാര് പറയാ, ഇത് ഞങ്ങളുടെ മക്കളാണ്, ഇത് ഞങ്ങളുടെ ഭാര്യമാരാണ്, സഹോദരിമാരാണ്, അമ്മമാരാണ്. അങ്ങനെ ബൈജു ഇറാനിലെ മുഴുവൻ ജനങ്ങളും പൊതുനിരത്തിലിറങ്ങി. എന്നിട്ട് അവര് പറയാണ്, നമുക്ക് യുദ്ധം ചെയ്ത് നേടിയെടുക്കണം. ഒടുവില് ഒരുപാട് ആളുകൾക്ക് മരണം വരിക്കേണ്ടി വന്നു. ഒരുപാട് പേര് അംഗവൈകല്യം നേരിട്ടു. കൊമേനി ഒരുപാട് പേര് ടെറസിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ടും വെടിവെച്ചും ഒക്കെ കൊന്നു. കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൂട്ടിയിട്ട് ജയിലിലോടുകൂടി തീയിട്ടു. ഇവര് പിന്നോട്ടില്ല, ഇവര് മുന്നോട്ട് തന്നെ, പച്ചക്കാലം മുന്നോട്ട് തന്നെ. ഒരു പക്ഷെ എന്നിട്ട് ഞാൻ വലിയൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. 6 മക്കളുള്ള ഒരു ഉമ്മ, അവര് വീട്ടിൽ നിന്നും സമരമുഖത്തേക്ക് ഇറങ്ങാണ്. ലാസ്റ്റ് കുട്ടിക്ക് 4.5 വയസ്സേ ഉള്ളൂ. മോളെ, ഞാൻ തിരിച്ചു വരുമെന്ന ഒരു ഉറപ്പുമില്ല, ഞാൻ എന്റെ ജനതയ്ക്ക് വേണ്ടിയാണ് ഇറങ്ങുന്നത്, നാളെ നിങ്ങൾക്ക് ഇവിടെ മനുഷ്യനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ ഇറങ്ങാണ്. ആ 4 വയസ്സുള്ള കുഞ്ഞുണ്ടല്ലോ, നമ്മുടെ രോമാഞ്ചം ഉണ്ടാകും. ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ പ്ലക്കാർഡുകൾ പിടിച്ചു വാങ്ങിയിട്ട്, ഉമ്മ ഇവിടെ നിൽക്ക്, ഞാൻ മുമ്പിൽ നടക്കാമെന്ന്. 4 വയസ്സുള്ള കുഞ്ഞിന് പോലും പൊരുതി മരിക്കാൻ മടിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിലായിരുന്നാലും നമ്മുടെ രാജ്യത്തായിരുന്നാലും നമ്മളെല്ലാം പൊരുതി നേടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ജാതി കോളം, ഈ സൗന്ദര്യത്തിന്റെ കോളം എടുത്തു മാറ്റാൻ മുമ്പിൽ നിൽക്കേണ്ടുന്ന സ്ത്രീ പറയാണ്, സൗന്ദര്യത്തിനൊരു കോളമുണ്ടെന്ന്. മോഹിനിയാട്ടം ചെയ്യുന്ന കുട്ടി മോഹിനിയാകണം, മോഹനനാകരുത്. അതാണ് അവര് പറഞ്ഞു വരുന്നത്. അതായത് മോഹനൻ കളിച്ചാൽ ശരിയാകില്ല, മോഹിനി കളിച്ചാല് ശരിയാകും. അപ്പോ അത്യാവശ്യം സൗന്ദര്യം വേണം. ഇവരാണോ തീരുമാനിക്കുന്നത് നിറമാണ് സൗന്ദര്യമെന്ന്, വെളുപ്പാണ് സൗന്ദര്യമെന്ന്? ഈ തള്ളയുടെ തൊലി വെളുപ്പുള്ളത് കൊണ്ടല്ലേ ഈ തള്ള ഇത് പറഞ്ഞത്. നിറത്തിന് സൗന്ദര്യത്തിന് പ്രാധാന്യമുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ വെളുപ്പിനാണ് സൗന്ദര്യം എന്ന് പറയരുത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അത്തരം ഒരു അലിഖിത നിയമമുണ്ട്. പരസ്യങ്ങളില് സൗന്ദര്യമുള്ളവരെ അവർ കൊണ്ടുവരുള്ളൂ. ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യത്തിന് ഏതെങ്കിലും ആൾക്കാരെ അവർ കൊണ്ടുവരുമോ? അതുപോലെ എല്ലാ രൂപത്തിലും ഇപ്പം ഓർണമെന്റ്സിന്റെ പരസ്യം, തലമുടിയുടെ പരസ്യത്തിന് മുടിക്ക് വേണ്ടി ഒരിടെന്ന് പറഞ്ഞൊരു എണ്ണയുണ്ട്. അത് ഈ പന്തളം ഭാഗത്താണ്. ആ തള്ള മുടിയില്ലാത്ത ഏതെങ്കിലും മൊട്ടച്ചുകളെ വെച്ചിട്ട് പരസ്യം ചെയ്യുക. അപ്പൊ ആ രൂപത്തിലുള്ള ആളുകളെ അവര് തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഇപ്പൊ സിനിമയിൽ ഏതോ ഒരു പെണ്ണുണ്ട്, ഒരു നടി, എനിക്ക് അവരുടെ പേരറിയില്ല ബൈജു, അവര് മേക്കപ്പ് ഒന്നും വിടാതെയാണ് എല്ലാ സിനിമയിലും അഭിനയിക്കുക. എന്നിട്ട് വേറൊരു പെണ്ണിനെ, എനിക്ക് അവരുടെ പേര് ഓർമ്മയില്ല കേട്ടോ, അവരുടെ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവര് മേക്കപ്പ് ഇടാതെ അഭിനയിക്കും. നമ്മുടെ ഷാജി കൈലാസിന്റെ ഭാര്യയുടെ പേരെന്താ, ആനി അല്ലെ? അവർക്ക് ഒരു ആനീസ് എന്ന് പറഞ്ഞ ഒരു ചാനൽ ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നു. ഇവര് ചോദിക്കാണ്, ഓ നിങ്ങൾ എങ്ങനെയാ മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കുന്നത്, മേക്കപ്പ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെ? അവള് നല്ല കൊട്ടുക്കൽ അങ്ങോട്ട് കൊടുത്തിട്ട് ആനയെ നാണം കെടുത്തി. അതുപോലെ അതിന്റെ ഉള്ളിലുമുണ്ട് ഇത്തരം ഒരു വർണ്ണവെറി. ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് പുറത്തു വരത്തുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ കറുത്ത ആളുകൾക്ക്, അതല്ലെങ്കിൽ കറുത്ത കലാകാരന്മാര്, കലാകാരികളെയും മുഴുവനും ഇവർ മാനസികമായും വൈകാരികമായും വേദനിപ്പിക്കുകയല്ലേ ചെയ്തത്. അല്ല, കലാഭവൻ മണി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ദിവ്യാവണ്ണി എന്ന് പറയുന്ന സിനിമാ നടി പോലും പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അവസാനം ഐശ്വര്യ റായി പോലും അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച് അതിന് തിരിച്ചടി കൊടുത്ത ഒരാള് തന്നെയാണ് കലാഭവൻ മണി. അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട് ബൈജു, ബാലാജി, ആശിഷിനെ